2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. അതായത് പല രീതിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. വിദ്യാഭ്യാസത്തിലായിരുന്നാലും ജീവിതത്തിന്റെ പുരോഗതിക്കുമുള്ള തടസ്സങ്ങൾ മാറി മുന്നേറാനായിട്ട് അവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ അവർക്ക് അവർ ചെയ്യുന്ന തൊഴിലിലും, അതായത് വിദ്യാഭ്യാസത്തിലായിരുന്നാലും തൊഴിലിലായിരുന്നാലും ആത്മാർത്ഥമായിട്ട് അവർക്കത് 100% കൂടുതൽ ആത്മാർത്ഥമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അവർക്ക് അതിൽ വിജയം നേടാൻ സാധിക്കുന്നു. അതുപോലെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള കാലതാമസം മാറി വേഗം നടന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ മനോവിചാരങ്ങളായ ഡിപ്രഷൻ പോലുള്ള മനോവിചാരങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ കുറവ് വരുകയും മനസ്സിനൊരു സമാധാനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ രോഗങ്ങൾ, ഏതെങ്കിലും രീതിയിൽ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കാൻ സാധിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ ചിലർക്ക് രോഗം ഭേദമാകാൻ സാധിക്കുന്നു. ചിലർക്ക് തക്കതായിട്ടുള്ള വൈദ്യ സഹായം, ചികിത്സ ലഭിക്കുന്നതിനാൽ അവർക്കത് എന്നേക്കുമായി ഭേദമാകുന്നു. അതുപോലെ തൊഴിലിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ശ്രമിച്ചാല്, അധ്വാനിച്ചു കഴിഞ്ഞാൽ പല വഴിക്കും ധനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതുപോലെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തക്ക ചികിത്സ ലഭിച്ച് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ വിശാഖ നക്ഷത്രക്കാർ ആരെങ്കിലും വാതരോഗത്താൽ, അത് പലതരം വാതരോഗമുണ്ട്, അത് കഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അവര് തക്കതായ ഒരു വൈദ്യനെ സമീപിച്ച് ആ ചികിത്സ അവർ തേടേണ്ടതാണ്. അത് മാറിക്കിട്ടുന്നു. ധാരാളം ഇനം വാതരോഗങ്ങളുണ്ട്, അവർക്ക് വളരെ സുഖം കിട്ടുന്ന ഒരു സമയവും കൂടിയാണിത്. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ കുറച്ച് മോശഫലങ്ങളും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ശരീരത്തിലെ ചിലർക്ക് പുണ്ണുകൾ വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് രക്തസംബന്ധമായ ചില അസുഖങ്ങൾ, രക്തത്തിൽ അണുബാധ മൂലമോ അല്ലെങ്കിൽ രക്തത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള മൂലകങ്ങളുടെ കുറവ് മൂലമോ ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മാനഭംഗം വരാനുള്ള ഒരു സാധ്യത കാണുന്നതിനാൽ അത്തരം ഒരു കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. അത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു തരത്തിലും നിങ്ങൾ ഇടപെടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. 15 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ബാല്യകാലം, ഇതിൽ ചില കുട്ടികൾക്ക് നല്ല കാലമായിരിക്കും, വളരെ സുവർണകാലം എന്ന് വേണം ചിലർക്ക് പറയാൻ. എന്നാൽ വളരെ വിരലിലുണ്ടാകുന്ന ചില വിശാഖ നക്ഷത്രക്കാർക്ക് വളരെ മോശമായ ഒരു ജീവിതം ആയിരിക്കും അവർക്കുണ്ടാവുക ബാല്യകാലം. ചിലർക്ക് ബാല്യകാലത്തോടെ ഭയങ്കരമായ രോഗങ്ങളും കഷ്ടപ്പാടുകളും അവർക്ക് നിറഞ്ഞതാകുന്നു. 5 വയസ്സിന് ശേഷം ഇതെല്ലാം അല്പാൽപമായി ഈ രോഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മാറി അവരൊരു പുരോഗതിയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അന്യരിൽ നിന്നും ചില സഹായങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസം ചില പ്രശ്നങ്ങളൊക്കെ ആദ്യം ഉണ്ടാകുമെങ്കിലും പിന്നെ അല്പം വൈകിയാണെങ്കിലും അവർക്ക് വിദ്യാഭ്യാസം തുടങ്ങുന്നതിനും അത് പൂർണ്ണമായി തുടർന്നുകൊണ്ട് പോകുന്നതിനും സാധിക്കുന്നു. അതുപോലെ ആദ്യമൊക്കെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭ്യമാകുന്നതാണ്. ചില കുട്ടികൾക്ക് ചില റിക്കറ്റ്സ് പോലെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുള്ള, മിനറൽസിന്റെയൊക്കെ കുറവ് മൂലമുള്ള ചില അസുഖങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. അത് ചികിത്സ കൊണ്ട് വേഗം സുഖം പ്രാപിക്കുന്നു. വിവിധ ഭാഷകൾ പഠിക്കാൻ ഇവർക്ക് ഒരു ഭാഗ്യവും കൂടിയുണ്ട്. 15 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം തുടർന്ന് നടക്കുമെങ്കിലും ചിലർക്ക് ചില തടസ്സങ്ങൾ അല്പം കാണുന്നുണ്ട്. അത് വൈകിയാണെങ്കിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഇവർക്കൊരു മഹായോഗമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഉയർന്ന തസ്തികയിൽ ഇവർക്ക് ജോലി നോക്കുന്നതിനൊരു ഭാഗ്യവും ഇവർക്കുണ്ട്. ചില രോഗങ്ങൾ അലട്ടുമെങ്കിലും ജീവിതം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. വൈദ്യസഹായം ലഭ്യമാവുകയോ കൃത്യമായ വൈദ്യ പരിശോധനയും സഹായവും ലഭ്യമാകുന്ന ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്നതിനും സന്താന യോഗം ഉണ്ടാകുന്നതിനും ഇവർക്ക് ഈ സമയം ഭാഗ്യമുണ്ട്. ഇതിൽ ചിലർക്ക് കലാരംഗത്തും സാഹിത്യ രംഗത്തും അഭിനയ രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാല് തൻ്റെതായിട്ടുള്ള കയ്യൊപ്പ് പതിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇവർക്ക് യാതൊരു മടിയും ഇല്ലാത്തവരാണ്. ധനവും വീടും വാഹനങ്ങളും മറ്റ് ഐശ്വര്യങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നു. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വന്തം നിലയ്ക്ക് ചേരാത്തവരുമായി ഒരു കാരണവശാലും യാതൊരുവിധ ബന്ധങ്ങളും സ്ഥാപിക്കരുത്. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്ക്, തോട്ടം മുതലായവ കൊണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വളരെ യോജിച്ച ഒരു സമയമാണ്. അതിന് വിജയിക്കാൻ സാധിക്കുന്നു. ധാരാളം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. അതുപോലെ ലക്ഷ്യബോധം ഇവർക്ക് ഉണ്ടാകുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. 34 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി പൊതുവെ മെച്ചപ്പെട്ട ഒരു കാലമാണ്.
കലയിലും സാഹിത്യത്തിലും മികച്ച നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇതുവഴി ധാരാളം പുതിയ ബന്ധങ്ങളും സ്നേഹിതന്മാരും മറ്റ് ആരാധകരും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചില വിശാഖ നക്ഷത്രക്കാർക്ക് ഗവേഷണ രംഗത്തേക്ക് തിരിയുവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. വീടും വാഹനവും സ്ഥലവും സ്വന്തമാക്കാൻ ഈ സമയത്തും അവർക്ക് യോഗമുണ്ട്. ധനപരമായും സമൃദ്ധി ഉണ്ടാകുന്നു. ശരീരത്തിലെ അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടുന്നു. അലർജിയുടെ ശല്യം കുറയുന്നു. അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കുന്നതിനും ഇവിടെ അവർക്ക് യോഗമുണ്ട്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാം. ധാരാളം പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാം. ഏത് രംഗത്തായിരുന്നാലും ഇവർക്ക് ഉത്സാഹപൂർണമായ ഇവർക്ക് പ്രകടനം കാഴ്ചവെക്കുന്നതിനുള്ള ഒരു മനോഭാവം ഉള്ളവരാണ്. കണ്ണിന് വിദഗ്ധ ചികിത്സ ഈ സമയം വേണ്ടി വന്നേക്കാം. മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധനനേട്ടം ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പൊതുവെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. ചതുവിലും വഞ്ചനയിലും പെടാതെ ഇരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽപരമായി ബന്ധപ്പെട്ട് അന്യദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് ഇവർക്ക് ഈ സമയം യോഗം കാണുന്നുണ്ട്. അവിടെ താമസിക്കുന്നതിന് യോഗമുണ്ട്. അതുമൂലം ധാരാളം സമ്പത്ത് ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ശത്രുക്കളുമായോ അസൂയാലുക്കളുമായോ ബന്ധങ്ങൾ സ്ഥാപിക്കരുത്. അവർ നിങ്ങളെ ചതിക്കപ്പെടും. വിദ്യാഗുണം കലയോടുള്ള അറിവ് നിമിത്തം ഏറെ ഗുണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് കേസുകൾ തുടങ്ങുവാൻ പറ്റിയ ഒരു സമയമല്ല. അതിനാൽ ഈ കാലഘട്ടം ക്ഷമിച്ചിരിക്കുക. നിലവിൽ കേസ് ഉണ്ടെങ്കിൽ അത് വിജയിക്കാൻ സാധിക്കും. 58 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഈ സമയം അന്യദേശവാസമാണ് കാണുന്നത്. ജീവിതത്തിലെ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് പുതിയ ഒരുതരം താൽക്കാലിക ജോലി അവർക്ക് ലഭ്യമാകാം. അധികാരമുള്ള നല്ലൊരു പദവി അവർക്ക് ലഭ്യമാകുന്നതിനുള്ള ഒരു സമയമാണ്. അത് കലയുമായി ബന്ധപ്പെട്ടതായിരിക്കും. വളർത്തുമൃഗങ്ങൾ ധാരാളം ഉണ്ടാകും. കൃഷിയിലും ശ്രദ്ധ തിരിയുവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. നിധിയോ ലോട്ടറി വഴിയുള്ള ധനമോ ഇവർക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും ഇവർക്കുണ്ട്. പൊതുവെ ഐശ്വര്യം നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും ഇവർക്ക് ഉള്ളത്. കുടുംബജീവിതവും നല്ലതായിരിക്കും. ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാമെങ്കിലും അതെല്ലാം മാറിക്കിട്ടുന്നു. ഇവിടെ അന്യദേശവാസം ചെയ്യുന്നവർക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു. വാദത്തിന്റെയും കഫത്തിന്റെയും അലർജിയുടെയും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് തക്ക ചികിത്സ ലഭിക്കുന്നതിനാൽ മാറിപ്പോകുന്നു. 78 വയസ്സിന് മുകളിലോട്ടുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾ വരാമെങ്കിലും ചില രോഗങ്ങൾ ശല്യം ചെയ്യുന്നുവെങ്കിലും ധനം ലഭിക്കുന്നതിന് യാതൊരുവിധ കുറവും വരുന്നില്ല. കാരണം കയ്യിൽ ധാരാളം ധനമുള്ളത് കൊണ്ട് വിദഗ്ധ ചികിത്സയും അവർക്ക് ലഭ്യമാകുന്നു. ശരീരത്തിന് ഒടിവും ചതവും വരാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീഴാതെ ധനത്തിനും മറ്റ് ഐശ്വര്യങ്ങൾക്കും കുറവ് വരുന്നില്ല. അംഗീകാരങ്ങളും അവാർഡുകളും ഇവിടെയും അവരെ തേടി എത്തുന്നതാണ്. ഒരു താളത്തിൽ ജീവിതം മുന്നോട്ട് പോകുന്നു. ചിലരാണെങ്കിൽ വനവും പർവ്വതങ്ങളും നിറഞ്ഞ മനോഹരമായ മേഖലയിൽ വിശ്രമ ജീവിതം നയിക്കാനായിട്ടും ചിലർക്ക് സാധിക്കുന്നു. കൃഷി കാര്യാദികളിൽ ശ്രദ്ധിക്കുന്നതിനും നൂതനമായ രീതിയിലുള്ള വീട് പണിയുന്നതിന് അവർക്ക് യോഗമുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന വളരെ അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ ആദിത്യ ഗുരു ഗുളിക യോഗം നടക്കുന്നതിനാൽ സൂര്യഭഗവാന്റെയും വ്യാഴന്റെയും ഗുളികൻ എന്ന മാന്നിയുടെ യോഗം നടക്കുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാക്കാമെങ്കിലും അത് പിന്നീട് വലിയ വിജയം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഗുരുവിന്റെ സാന്നിധ്യം ദോഷങ്ങളെ ലഘൂകരിച്ച് രാജയോഗം നൽകുന്നു. ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു. ശക്തമായ രാജയോഗം ചിലർക്ക് ലഭിക്കുന്നു. ധനവും പ്രശസ്തിയും ലഭിക്കുന്നു. ആത്മവിശ്വാസവും അറിവും ജ്ഞാനവും ലഭിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ചിലർക്ക് ഗുളികന്റെ സ്വാധീനം മൂലം അഹങ്കാരം ഉണ്ടാകുന്നതിനും അതുമൂലം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവർക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുരു അതുപോലെ തന്നെ ശുക്ര കേതു യോഗം, ശുക്രന്റെയും കേതുവിന്റെയും യോഗം വരുന്നതിന് സുഖങ്ങളോടുള്ള ആർത്തി കുറയുന്നതിനും പിന്നെ അവർക്ക് തത്വചിന്തയിലും ആത്മീയ ചിന്തയിലും കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. പ്രണയബന്ധമായിരുന്നാലും പങ്കാളിത്ത ബന്ധമായിരുന്നാലും ദാമ്പത്യ ബന്ധമായിരുന്നാലും അതിലൊക്കെ വിള്ളല് വരാം. ചില ദമ്പതിമാർ തമ്മിൽ എന്നേക്കുമായി പിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുപോലെ ബിസിനസ് പങ്കാളി മാറിപ്പോകുന്നതിനും അതുപോലെ തന്നെ പ്രണയാക്കൾക്ക് പ്രണയം അവസാനിപ്പിക്കുന്നതിനും ഈ യോഗത്തിന് കഴിവുണ്ട്. മാനസികമായി ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. ആഡംബര ജീവിതം നയിക്കണമെന്ന മനസ്സിന്റെ ആഗ്രഹം ഒരു വശത്തും, മറുവശത്ത് അത് വേണ്ട അത് ആത്മീയ ജീവിതം നയിക്കണമെന്ന ചിന്ത വേറെ വശത്തും വരുന്നതിനാൽ ഇതിന് ഒരു ഏതാണെന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റാതെ മനസ്സിലൊരു സംഘർഷം, ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിനും ഈ യോഗത്തിന് കഴിവുണ്ട്. ധനപരമായി ചാഞ്ചാട്ടം വരുന്ന ഒരു സമയമാണ്. പണം ധാരാളം വന്നു ചേരുമെങ്കിലും അതെല്ലാം പാഴായി പോകുന്നതിന് ആവശ്യമില്ലാത്ത ചെലവുകൾ വന്ന്
പോകുന്നതിന് ഒരു സാധ്യതയുള്ളതിനാൽ ഈ സമയം വളരെ ശ്രദ്ധാപൂർവം സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതാണ്. സൃഷ്ടിപരമായ കഴിവുകളുള്ളവർക്ക്, സാഹിത്യകാരന്മാർക്ക്, ഏത് രീതിയിലുള്ള കലാപരമായി ഉള്ള ആൾക്കാർക്കും വളരെയധികം പ്രയോജനമുള്ള ഒരു സമയമാണ്. അതുപോലെ ചന്ദ്ര രാഹു യോഗം വരുന്നതിനാൽ ഇതിനെ ഗ്രഹണ യോഗം എന്ന് പറയുന്നു. അശുഭകരമായി യോഗം ജീവിതത്തെയും വളരെയധികം മോശമായി സ്വാധീനിക്കുന്ന ഒരു യോഗമാണ്. മാനസിക സംഘർഷം, അതായത് പിരിമുറുക്കം ഉള്ളവർക്ക്, അതായത് മാനസിക വ്യാപാരമായ ഡിപ്രഷൻ ഉള്ളവർക്ക് അത് കൂടുന്നതിനൊരു സാധ്യതയുണ്ട്. എങ്കിൽ ആ സമയമൊക്കെ ഒരു വൈദ്യപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. അതുപോലെ സംശയ രോഗം വരുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്കാണ്, എല്ലാവർക്കുമല്ല. അതായത് ചുറ്റുമുള്ള ആളുകളെ ഏത് സമയം സംശയത്തോടെ വീക്ഷിക്കുകയും സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനെയും സംശയത്തോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം വരാം. ചിലർക്ക് ഉറക്കക്കുറവ് വരാം, തീരെ ഉറക്കം കിട്ടാത്തൊരവസ്ഥ വരാം. ചിലർക്ക് വിഷാദ രോഗം വരാം, ചിലർക്ക് ദേഷ്യം വരാം. ഇതെല്ലാം ഒരു മാനസിക ഒരു വിദഗ്ധനെ കണ്ട് അതിന്റെ ചികിത്സ തേടേണ്ടതും കൂടിയാണ്. അത്യാവശ്യമായാൽ നിങ്ങൾക്കുള്ള വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജപരമായോ ജ്യോതിഷപരമായുള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.